കർണാടകയിലെ അങ്കോലയിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ ഇതുവരെയും കണ്ടെത്താനായില്ല. കരസേന സംഘമടക്കമുള്ളവർ രക്ഷാപ്രവർത്തനത്തിലുണ്ട്. GPS ലൊക്കേഷൻ കിട്ടിയ സ്ഥലത്ത് ലോറി കണ്ടെത്താനായില്ല എന്ന് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരാഗൌഡ പറഞ്ഞു. തെരച്ചിൽ പുഴയിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് MK രാഘവനും പറഞ്ഞു. സംഭവ സ്ഥലത്ത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ളവർ സന്ദർശനത്തിന് എത്തിയിരുന്നു. കർണാടക റവന്യൂ മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. Investigation of the site. They have given a very clear report that it is an active landslide area. Further landslide can happen any time because of the incessant rains. It is almost unlikely that the truck is there above the surface. I will stand corrected if it is otherwise, but from the site, I have been at the site from yesterday. Yesterday I was still hopeful. Late night I was still hopeful. But today, since further mud has been cleared and there are very small area left to be covered, and we have looked at the height of the truck vertically or horizontally, and keeping in mind the height and width of the truck, the area has been probed. So it appears unlikely. ഇല്ലാന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞു ഇപ്പൊ 90% പൂർത്തിയായിന്നാ പറഞ്ഞു. 10% ബാക്കിയുള്ള സാധ്യത. ഇനി മിക്കവാറും പുഴയിലാകാനാണ് സാധ്യത കൂടുതൽ. നേരത്തെ നിങ്ങളെല്ലാം സൂചിപ്പിച്ച പോലെ ഒരു ഡെഡ് ബോഡി 40 കിലോമീറ്റർ ദൂരെ കിട്ടി, ഒരു വണ്ടി 7 കിലോമീറ്റർ ദൂരെ കിട്ടി. അപ്പോ അതിന്റെ ഒരു സാധ്യതയാണ് ഇനി അവർ പഠിക്കുന്നത്. അതുകൊണ്ട് നേവലിനോടും ആർമിയോടും അത് വളരെ പുഴയിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഇനി ഫോക്കസ് ചെയ്യുന്നത് പുഴയിലേക്കാണ് ഈ സെർച്ചിങ്. മൊബൈൽ റിംഗ് ചെയ്യായിരുന്നു. ഒരിക്കലും ഒരു റിവറിലേക്ക് പോയിരുന്നെങ്കിൽ ആ മൊബൈൽ ഒരിക്കലും അത് വർക്ക് ചെയ്യത്തില്ല. കാരണം ക്യാബിന് എന്തായാലും ഇവിടുന്ന് അത്രയധികം ലോറി നിരങ്ങി സഞ്ചരിക്കും. അതിനിടയ്ക്ക് ഗ്ലാസ് എല്ലാം പൊട്ടി വെള്ളം അതിനകത്ത് കംപ്ലീറ്റ് ആക്കി കയറും. പിന്നെ മാത്രമല്ല ഈ റിവറിൽ NDRFന്റെ വാട്ടർ യൂണിറ്റും ഈ നേവിയുടെ ഡീപ് ഡൈവേഴ്സും എല്ലാം ഹൈ എഫിഷ്യൻ്റുള്ള സെർച്ചിങ് നടക്കുന്നത്. സോണാർ ഉപയോഗിച്ചുള്ള സെർച്ചിങ് തന്നെ നേവി നടത്തുന്നുണ്ട്. ആ ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ വുഡിന്റെ ഒരു സാമ്പിളിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടത്തേക്ക് ലാൻഡ് തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഈ പറഞ്ഞ പോർഷനിൽ ആ ഒരു GPR കാണിച്ച ലൊക്കേഷൻ, പിന്നെ നേരത്തെ GPS ഈ വണ്ടി ട്രാക്കിംഗ് GPS ലൊക്കേഷനിൽ ഒരു ഡീപ്പ് ആൻഡ് ഒരു വൈഡ് സെർച്ചാണ് നടക്കുന്നത്. അത് മാക്സിമം നമ്മൾ ഫൈൻഡ് ഔട്ട് മാക്സിമം അത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു സ്ഥലം ഇത്ര സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഈ പാർക്കിംഗ് ഏരിയ, ഈ GPR ആയിട്ട് ലൊക്കേഷൻ, ഇവരുടെ GPS ആയിട്ട് ലൊക്കേഷൻ, GPR കിട്ടിയ ലൊക്കേഷനാണ് കൂടുതൽ സെർച്ച്. ഈ പാർക്കിംഗ് ഏരിയ ആണ് ഈ GPR വന്നിരിക്കുന്നത്. ഈ പെനിട്രേറ്റിംഗ് റഡാർ വെച്ച് കിട്ടിയിരിക്കുന്നത്. അവിടെ വെച്ച് മണ്ണ് പുറത്ത് വെച്ച് മണ്ണ് ഹിറ്റാച്ച് എടുക്കുന്നതുകൊണ്ട് അകത്തൊരു ഹിറ്റാച്ച് കയറ്റിക്കൊണ്ട് അവിടെ ഗ്രൗണ്ട് നമ്മുടെ ഈ ടാറിട്ട റോഡില്ല അവിടെ മുട്ടുന്ന രീതിയിൽ വരെ കംപ്ലീറ്റ് കോരി മാറ്റി നോക്കുന്നുണ്ട്. അങ്ങനെ ടാറിട്ട റോഡിൽ എത്തിയോ? പലതവണ എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അപ്പോഴൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 4 വരി പാതയാണ് ഇതുവരെ. അപ്പോൾ ഇതിന്റെ സെന്ററിൽ കൂടി ഒരു ഡിവൈഡർ വരുന്നുണ്ട്. ആ ഡിവൈഡർ നമുക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിപ്പോഴും മണ്ണിനടിയിലുള്ളത്. അതിന്റെ ഒരു വശം മാത്രമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ റോഡിന്റെ ഒരു വശത്ത് മാത്രം. ഇനി നമുക്ക് ഈ മണ്ണുകൾ നീക്കും തോറും ആ ഡിവൈഡർ വരാനുണ്ട്. അതിനുശേഷം ഈ റോഡിന്റെ മറുവശം വരാനുണ്ട്. അതിനുശേഷം 2-3 വാഹനങ്ങൾക്ക് സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് നിലവിൽ ഇപ്പോൾ റഡാറുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആ സ്ഥലത്താണ് ലൊക്കേഷൻ കാണിച്ചിട്ടുള്ളത്. നമ്മളൊരു ഈ ആളുകളുടെ ഒരു നിഗമന പ്രകാരവും ആ സ്ഥലം തന്നെയാണ്. നമ്മളുടെ ഒരു മനസ്സിൽ തോന്നിക്കുന്നതും ആ സ്ഥലം തന്നെ.